സേവ ഇന്റർനാഷണലിന്റെ സീമാ ശക്തി പദ്ധതിക്ക് തുടക്കം. അതിർത്തി ഗ്രാമങ്ങളിൽ ബൃഹത്തായ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് ലക്ഷ്യം. പാകിസ്ഥാൻ, ചൈന അതിർത്തികളിലെ 50 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തുക. ഭാരതത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ സുശക്തമാക്കുകയാണ് ലക്ഷ്യം. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് നേരെ വലിയ പ്രകോപനങ്ങൾ അതിർത്തിയിൽ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളെ കൂടുതൽ സുശക്തമാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സേവ ഇന്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ സീമാ ശക്തി എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ച് അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും നിരവധി സേവ ഇന്റർനാഷണലിൻ്റെ വോളണ്ടിയർമാർ ഇപ്പോൾ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സേവ ഇന്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിനീഷ് ലാൽ, അദ്ദേഹം മലയാളി കൂടിയാണ്. നമുക്ക് എന്താണ് ഈ സീമാ ശക്തിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ജിനീഷ്, നമസ്കാരം. ഈ സീമാ ശക്തി എന്ന പദ്ധതി കൊണ്ട് ശരിക്കും ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വിശദീകരിക്കൂ. നമുക്കറിയാം, ഭാരതത്തിൽ ഏകദേശം 17,000-ഓളം ഗ്രാമങ്ങൾ അതിർത്തി പ്രദേശങ്ങളുണ്ടെന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത്. ഇതിൽ നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വളരെ പുറകോട്ട് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ, ഈ ഗ്രാമങ്ങളിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെ കൂടിയും ശക്തീകരിക്കേണ്ടത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു സമൂഹം എന്ന രീതിയിൽ ഭാരതീയരുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാക്കുകളനുസരിച്ച് ഈ ഗ്രാമങ്ങൾ ഭാരതത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളല്ല, അവസാനത്തെ ഗ്രാമങ്ങളല്ല, ഭാരതത്തിൻ്റെ ആദ്യത്തെ ഗ്രാമങ്ങളാണ്, തുടക്കം കുറിക്കുന്ന ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഭാരതീയരുടെയും കൂടി ചുമതലയാണ്. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ട് സേവ ഇൻ്റർനാഷണൽ പോലെയുള്ള സന്നദ്ധ സംഘടന ഇത്തരം ഗ്രാമങ്ങളിലെ ഡെവലപ്മെൻറ്റും ഫോക്കസ് ചെയ്തുകൊണ്ട്, വികസനങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരമുള്ളൊരു ബൈക്ക് റൈഡ് നമ്മൾ ദില്ലിയിൽ നിന്ന് ജമ്മു വരെയുള്ള പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. ഏകദേശം 50ഓളം ജില്ലകളിൽ സേവ ഇൻ്റർനാഷണൽ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. സീമാ ശക്തി എന്നുള്ള പേരിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ മുതലായിട്ടുള്ള മേഖലകൾ, ഇത്തരം ഗ്രാമങ്ങളെ ശാക്തീകരിക്കേണ്ടത് ചുമതല കൂടി സേവ ഇൻ്റർനാഷണൽ ഏറ്റെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ ജവാന്മാർ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അത് അത്രത്തോളം പ്രാധാന്യത്തോടുകൂടെ ഈ ഗ്രാമങ്ങളിലെ ഗ്രാമവാസികളും ഈ നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരെ സഹായിക്കേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന നോർത്ത് ഈസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീർ, ഗുജറാത്ത്, രാജസ്ഥാൻ. ശരിക്കും ഈ സീമാശക്തിയുടെ തുടക്കം എവിടെ നിന്നാണ്? പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നാണോ അതോ മറ്റ് നോർത്ത് ഈസ്റ്റിൽ നിന്നോ മറ്റോ ആണോ? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീർ മേഖലയിൽ നിരവധി ദുരിതങ്ങൾ അവിടുത്തെയുള്ള ബോർഡർ ഏരിയയിലെ ഗ്രാമവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരം ആളുകളെ സഹായിച്ചുകൊണ്ടുള്ള റിലീഫ് ആക്ടിവിറ്റീസ് തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത്. ജമ്മു കാശ്മീർ കൂടാതെ നോർത്ത് ഈസ്റ്റ്, ആൻഡമാൻ, അതുപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് മുതലായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രകോപനങ്ങളുണ്ടായി. പൂഞ്ച്, രജൂരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ സേവാഭാരതിയുടെയും സേവ ഇൻ്റർനാഷണലിൻ്റെയും പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കേട്ടിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ വരുന്ന ദിവസങ്ങൾ ഈ റൈഡിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പുഞ്ചും ഉറിയും ഏരിയയിലും അവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ റിലീഫ് ആക്ടിവിറ്റീസ് സേവാഭാരതിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ സേവ ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് തുടർച്ചയായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അതിർത്തി പ്രദേശങ്ങളെ സംരക്ഷിക്കുക എന്ന കടമ സൈന്യത്തിന് മാത്രമല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന ഓരോ പൗരന്മാരെയും അതിനായി രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സീമാശക്തി എന്ന ഈ സുപ്രധാനമായ പദ്ധതിക്ക് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.